وحده والصلاة والسلام على من لا نبي بعده. സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരാണോ റമളാനിൽ നോമ്പ് നോൽക്കുന്നത് ഈമാനോടുകൂടിയും ഇഹ്തിസാബോടുകൂടിയും അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ ചെറുപാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. ഈ ഹദീസിൽ റമളാനിലെ നോമ്പ് നോൽക്കുക എന്ന് മാത്രമല്ല പറഞ്ഞത്, രണ്ട് നിബന്ധനകൾ പറഞ്ഞു. രണ്ട് രീതിയിലായിരിക്കണം എന്ന് പറഞ്ഞു നോമ്പ് നോൽക്കുന്നവർ. ഒന്ന് ഈമാനോടുകൂടിയും രണ്ട് ഇഹ്തിസാബോടുകൂടിയായിരിക്കും. എന്താ ഈമാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇബ്നു ഹജർ, ഇമാം നവവി എന്നിവർ ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ അവർ ഈമാനിനെ പറഞ്ഞത് നോമ്പ് അള്ളാഹു നമ്മുടെ മേലെ നിർബന്ധമാക്കിയതാണ്, അല്ലെങ്കിൽ അള്ളാഹു നമ്മുടെ മേലെ കൽപ്പിച്ചതാണ്, അതല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ് എന്ന വിശ്വാസമാണ് ഉണ്ടായിരിക്കേണ്ടത്. ഇത് നമ്മൾ നിർബന്ധമായി അള്ളാഹുവിന് വേണ്ടി ചെയ്യേണ്ട ഒരു ഇബാദത്താണെന്നുള്ള വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. നമുക്കറിയാം, നമ്മൾ ഏറ്റവും കടപ്പെട്ടിട്ടുള്ളതും നമുക്ക് ഏറ്റവും ബാധ്യതയുള്ളതും അള്ളാഹുവിനോടാണ്. നമ്മെ സൃഷ്ടിച്ചിട്ടുള്ള, നമുക്ക് ഉപജീവനം നൽകുന്ന, നമ്മുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മെ മരിപ്പിക്കുന്ന, ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന, വിചാരണ ചെയ്യുന്ന, സ്വർഗം പ്രതിഫലമായി നൽകുന്ന, അതുപോലെ കുഫാറുകൾക്ക് നരകം ശിക്ഷയായി നൽകുന്ന അള്ളാഹുവിനോടാണ് നമുക്ക് ഏറ്റവും കടപ്പാടും ബാധ്യതയുള്ളത്. അപ്പൊ അള്ളാഹു നമ്മുടെ മേലെ കൽപ്പിച്ചിട്ടുള്ള, നിർബന്ധമാക്കിയിട്ടുള്ള കാര്യമാണെന്നുള്ള വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. രണ്ടാമത്തേത് ഇഹ്തിസാബാണ്. ഇഹ്തിസാബ് എന്ന് പറഞ്ഞാൽ പ്രതിഫലേച്ഛ. ഈ ചെയ്യുന്ന ഇബാദത്തിന് അള്ളാഹു നാളെ പരലോകത്ത് പ്രതിഫലം നൽകും, അല്ലെങ്കിൽ ദുനിയാവിൽ തന്നെ അതിന്റെ നേട്ടങ്ങൾ അള്ളാഹു നൽകും, സവാബ് ഉണ്ടാകും എന്ന പ്രതിഫലം പ്രതീക്ഷിക്കുകയും വേണം. ഏതൊരു കർമ്മത്തിനും ഉണ്ടായിരിക്കേണ്ട കാര്യമാണ് പ്രതിഫലം പ്രതീക്ഷിക്കുക. അതൊരു സൽക്കർമ്മം ചെയ്താൽ അത് ഇഹ്തിസാബ് ഉണ്ടായിരിക്കണം. ഒരു തിന്മ നാം ഒഴിവാക്കുകയാണെങ്കിൽ അതിനും അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന എന്തെങ്കിലും മുസീബത്തുകൾ ക്ഷമിക്കുമ്പോഴും നമുക്ക് പ്രതിഫലേച്ഛ ഉണ്ടായിരിക്കണം. അപ്പൊ ഇഹ്തിസാബും റമളാനിൽ നോമ്പ് നോൽക്കുമ്പോൾ ഇത് അള്ളാഹു പ്രതിഫലം നൽകും എന്നുള്ള പ്രതിഫലേച്ഛയും ഉണ്ടായിരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നോമ്പ് നോൽക്കുമ്പോഴാണ് ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്നത്. ഇതേപോലെ തന്നെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരാണ് റമളാനിൽ രാത്രി നിസ്കരിക്കുന്നത് ഈമാനും ഇഹ്തിസാബോടും കൂടി അള്ളാഹു അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കും. അതുപോലെ മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ലൈലത്തുൽ ഖദ്റിൽ ആരാണോ നിസ്കരിക്കുന്നത് അവർക്കും ഈമാനോടും ഇഹ്തിസാബോടും കൂടിയാണെങ്കിൽ അവരുടെ പാപങ്ങൾ പുറക്കപ്പെടും എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഈമാനും ഇഹ്തിസാബും പ്രത്യേകിച്ച് എല്ലാ ഇബാദത്തുകൾക്കും വേണം. പ്രത്യേകിച്ച് നോമ്പിന്റെയും രാത്രി നിസ്കാരത്തിന്റെയും എല്ലാം കാര്യത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ നിയ്യത്തിനെ നന്നാക്കുക. അല്ലാഹു തആല നമ്മുടെ അമലുകൾ സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.